ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ഫെസ്റ്റിവൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇഡലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ചട്നിയാണ്. ദിവസവും നിങ്ങൾ തേങ്ങാ ചമ്മന്തിയൊക്കെ യൂസ് ചെയ്ത് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു ചട്നി തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദോശ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഒരു ദോശയല്ല ഒരു ഇഡ്ഡലിയല്ല ധാരാളം കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് നമുക്കൊരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടലപ്പരിപ്പ് ഒന്ന് സോട്ടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പീനട്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പീനട്ട്സിൻ്റെ പൊട്ടലൊക്കെ, അതായത് ആ ഒരു തൊണ്ടെല്ലാം പൊട്ടുന്ന സൗണ്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കടലപ്പരിപ്പും പീനട്ട്സും നമ്മുടെ കടല നന്നായിട്ടൊന്ന് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 10 to 15 ചെറിയ ഉള്ളി, ഒരു 4 to 5 വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊരു 2 മിനിറ്റ് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് വത്തലമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 to 5 വത്തലമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വത്തലമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കുഞ്ഞ് പീസ് നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് തക്കാളിക്ക സാധാരണ റഫ്ലി ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളിക്ക ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്ക് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ തക്കാളിക്ക നന്നായിട്ടൊന്ന് വെന്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പ് നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് ആഡ് ചെയ്തോളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു 2 to 3 മിനിറ്റ് നമുക്ക് ഈ വക എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ വകയെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു പിടി നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റിയും നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കിന്. ഒരു തവണ നിങ്ങൾ മല്ലിയില ആഡ് ചെയ്ത് ഈ ഒരു ചട്നി തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിക്കായും മല്ലിയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ഈ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ വെള്ളം ആഡ് ചെയ്യാതെ നല്ല തിക്കായിട്ടുള്ളൊരു ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തോളൂ. വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വത്തലമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നമുക്ക് ഇനി നമ്മുടെ ചട്നിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ തവണ തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാനിവിടെ ഇന്ന് ഇഡ്ഡലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ ഒപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ തയ്യാറാക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ആണോ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. നോക്കിക്കോളൂ, നല്ല ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ഫെസ്റ്റിവൽ ചാനലൊന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.